സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ചുകാലമായി ശ്രദ്ധ നേടുന്ന ആളാണ് മുഹമ്മദ് ജാസില്. തന്റെ പങ്കാളിക്കൊപ്പമുള്ള വീഡിയോകൾ ജാസി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഇരുവർക്കും നേരെ എപ്പോഴും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. ജാസിയുടെ ജെൻഡറിനെ വരെ അധിക്ഷേപിച്ചാണ് കമന്റുകൾ കൂടുതലും എത്താറുള്ളത്. മോശം ഭാഷയിൽ വരുന്ന കമന്റുകൾക്കെതിരെ ജാസില് ചിലപ്പോൾ പ്രതികരിച്ചിട്ടുമുണ്ട്. പങ്കാളിയായ ആഷിക്കൊപ്പം ദുബായിൽ സെറ്റിൽഡാണ് ജാസില്. സ്വന്തമായി ഒരു പെർഫ്യൂം ഷോപ്പ് നടത്തുകയാണ് ജാസില്. ഇപ്പോഴിതാ താനും ആഷിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയ വഴി വരുന്ന മോശം കമന്റുകളെ കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് ജാസില്. മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിന് നൽകിയ അഭിമുഖത്തില് സംസാരിക്കുകയായിരുന്നു ജാസില്. ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തു തുടങ്ങി. ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നപ്പോൾ അമിതമായി ദേഷ്യം വരുമായിരുന്നു. ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവരോട് എനിക്കുള്ള ബഹുമാനം കൂടി. അത്രത്തോളം വേദന സഹിച്ചാണ് പൂർണ്ണയുള്ള സ്ത്രീയായി അവർ മാറുന്നത്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം. നിരവധി സർജറികൾ ചെയ്യുമ്പോൾ അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമന്റ് ബോക്സിൽ വരുന്ന പല പേര് വിളിച്ചുള്ള കമന്റുകൾ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ജനങ്ങളിൽ പലർക്കും ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന വേദനകൾ അറിയില്ല. ട്രാൻസ് കമ്മ്യൂണിറ്റി അംഗമായിരുന്ന മരിച്ചുപോയ അനനയായിരുന്നു എന്റെ ഇൻസ്പിരേഷൻ. അവൾ ആത്മഹത്യ ചെയ്തുവെന്നത് എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. അതുപോലെ കുടുംബം ഒഴിവാക്കി ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർ പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം പറഞ്ഞ് മനസ്സിലാക്കിയാലും മതിയല്ലോ. ഞാൻ പെർഫ്യൂം ഷോപ്പ് നടത്തുകയാണ്. എനിക്ക് പ്രൊമോഷന് വരുന്ന പ്രോഡക്റ്റുകളെല്ലാം ഞാൻ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ. സ്റ്റാമിന സേവറും കോഫി പൗഡറും എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ വിട്ടുപോകുന്നതാണ് എനിക്ക് ഏറ്റവും സങ്കടം. അത് ഏത് തരത്തിലുള്ള സ്നേഹബന്ധമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ബിഗ് ബോസിൽ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആഷിയാണ്. അങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന മനോഭാവമാണ്. പക്ഷെ എത്ര വഴക്ക് കൂടിയാലും ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാനാവില്ല. ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പലരും പലതും പറയാറുണ്ട്. ആളുകൾക്ക് ഞങ്ങളുടെ സെക്സ് ലൈഫിനെ കുറിച്ചാണ് അറിയേണ്ടത്. എനിക്ക് മോശം കമന്റ് ഇടുന്നവരില് ഭൂരിഭാഗവും പുരുഷന്മാർ. കൗൺസിലിംഗ് ചെയ്ത് നോക്കാൻ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒന്നും മാറുന്നതല്ല. ഞാൻ അഭിനയിച്ച് ജീവിക്കുന്നതല്ല. എന്ത് ചെയ്താലും ഒരിക്കലും നമ്മുടെ സ്വത്വം പുറത്തു വരും. ഞാൻ ഒരിക്കലും വിവാഹം കഴിച്ചതാണ്. പക്ഷെ അതൊരു വലിയ ഫ്ലോപ്പായിരുന്നു. അതിനുശേഷമാണ് എന്റെ ഐഡന്റിറ്റി ഞാൻ റിവീൽ ചെയ്തത്. എന്നെ വിവാഹം ചെയ്ത പെൺകുട്ടി തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വീഡിയോകള് കാണുമ്പോൾ സ്ത്രീകള് പെരുമാറുന്നത് പോലെ തോന്നിയിട്ടുണ്ടെന്ന്. ഞാൻ 2 ചേച്ചിമാരുടെ സഹോദരനായിരുന്നത് കൊണ്ട് അത്തരത്തില് ചില പെരുമാറ്റങ്ങൾ ഉണ്ടെന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തിരുന്നു. പിന്നെ പോകെ പോകെ എനിക്ക് ആ വിവാഹ ജീവിതം ഒട്ടും പറ്റാതെയായതോടെ രണ്ടുപേരും തീരുമാനിച്ചു പിരിഞ്ഞു. എന്റെ വീട്ടുകാരോടൊക്കെ ആ കുട്ടിക്ക് നല്ല സ്നേഹമായിരുന്നു. ആഷി ഗേയല്ല. ആഷിക്ക് ലേഡീസിനോടാണ് താല്പര്യം. ആഷി എന്റെ നല്ല സുഹൃത്താണ്. പക്ഷെ എന്റെ ജീവിതം അറിഞ്ഞപ്പോൾ എനിക്കൊപ്പം നിൽക്കുകയായിരുന്നു. മറ്റൊരു ജീവിതം നോക്കാൻ ഞാൻ തന്നെ ആഷിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നെ ഒഴിവാക്കാൻ പറഞ്ഞ് നിരവധി പെൺകുട്ടികൾ ആഷിക്ക് മെസ്സേജ് ചെയ്യാറുണ്ടെന്നും ജാസില് പറഞ്ഞു. ജാസി വിടാത്തത് കൊണ്ടല്ല താൻ ജാസിയെ വിട്ടു പോകാത്തതെന്ന് ആഷിയും അഭിമുഖത്തിനിടെ വ്യക്തമാക്കി.